നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം എമ്പുരാൻ തരംഗമാണല്ലോ. കാരണം എമ്പുരാനെ പറ്റി ഒരു അപ്ഡേറ്റ് പോലും അണിയറ പ്രവർത്തകർ നൽകുന്നില്ലെങ്കിൽ പോലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ എമ്പുരാൻ തന്നെയാണ് ചർച്ച. കാരണം അത്രമേൽ മികച്ച ഒരു വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന എമ്പുരാന് എവിടെ നാഥനില്ലാ കളരി പോലെ എമ്പുരാൻ ഇങ്ങനെ കാറ്റത്ത് ആടി ഉലയുകയാണ്. എമ്പുരാനെ പറ്റി ഒരു അപ്ഡേറ്റ് കെഞ്ചി കേൾക്കുന്ന താരങ്ങൾ ഉൾപ്പെടെ, ആരാധകരുൾപ്പെടെ, സാധാരണ പ്രേക്ഷകരുൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് താൻ. ഓരോ പത്രക്കട്ടിങ്ങുകളിൽ പോലും കാത്തിരിക്കുകയാണ് എങ്ങാനും റിലീസ് ഡേറ്റ് മാറ്റിയാലോ എന്നുള്ളത്. ചില അഭ്യൂഹങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. മെയ് 7-ാം തീയതിയിലേക്ക് റിലീസ് ഡേറ്റ് മാറ്റി, ട്രെയിലർ ഉടനെ തന്നെ വരും, ആ ട്രെയിലറിൻ്റെ അവസാനം റിലീസ് ഡേറ്റ് മെയ് 7-ാം തീയതിയാണെന്ന് പറയും. അങ്ങനെ തുടങ്ങി നിരവധി സമൂഹ മാധ്യമങ്ങളിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒഫീഷ്യലായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്നും വരാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും കണക്കിലെടുക്കണ്ട. പക്ഷേ ഒഫീഷ്യലായി ഈ നിർമ്മാണ കമ്പനി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 27-ാം തീയതി ചിത്രം റിലീസിനെത്തുമെന്ന്. അതുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം ഒരു ഒറ്റ പോസ്റ്റർ പോലും ഇല്ല. ലൈക്കാണോ പ്രതിസന്ധിക്ക് കാരണം, പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരു പോസ്റ്റർ ഇറക്കണമെങ്കിൽ അതിനകത്ത് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന പേര് വെക്കണമല്ലോ. അത് വെക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി സംശയങ്ങൾ, ഊഹാപോഹങ്ങൾ. എന്തിനേറെ പറയണം, ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളിൽ പലർക്കും ഇതിൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റിയോ എന്തിനേറെ പറയണം, ഈ സിനിമയുടെ കഥയെ പറ്റി പോലും അറിയില്ല. ആ ഒരു ഘട്ടത്തിൽ അവരോട് റിലീസ് ഡേറ്റിനെ പറ്റി ചോദിക്കുന്നത് പോലും തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചിത്രത്തിൻ്റെ സംവിധായകനും സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജും ഇപ്പം കാണാനില്ല. കാരണം പൃഥ്വിരാജ് ഒരു വലിയ പ്രോജക്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മഹേഷ് ബാബു ചിത്രം, രാജമൗലി ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കാൻ പോവുകയാണ്. ശരി, പൃഥ്വിരാജ് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി, ഇപ്പോൾ സലാർ പോലത്തെ ഒരു ചിത്രത്തിലും ബഡേ മിയാൻ ചോട്ടേ മിയാൻ പോലുള്ള ഹിന്ദി ചിത്രങ്ങളിലൊക്കെ പോയി മലയാളത്തിൽ നിന്നൊരു താരം അവിടേക്ക് പോയി അഭിനയിക്കുമ്പോഴേക്കും മലയാളികൾ എന്നൊരു രീതിയിൽ ഉണ്ടാകുന്ന ഒരു അഭിമാനമൊക്കെ നമുക്ക് തള്ളിക്കളയണ്ട. പക്ഷേ ഒരു സ്വന്തം ചിത്രം ഇത്രയും വലിയ ബഡ്ജറ്റിൽ മുടക്കി വെച്ചിട്ട് അതിനൊരു പ്രൊമോഷൻ പോലും നടത്താതെ മറ്റ് ചിത്രങ്ങളിൽ പോയി അഭിനയിക്കുന്നതിൻ്റെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പൃഥ്വിരാജിന് എമ്പുരാന് മേലുള്ള വിശ്വാസം പോയോ? അതാണോ ഇതിന് കാരണം? അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് പ്രൊമോഷൻ്റെ തകൃതിയായി നടക്കേണ്ടിയിരിക്കുന്ന സമയമാണ്. കാരണം നമുക്കറിയാം, ടീസർ ലോഞ്ച് പോലും ഏകദേശം 1 മാസത്തിന് മുമ്പ് നടന്നതാണ്. ആ ടീസർ ലോഞ്ചിൽ പോലും കൃത്യമായ ഒരു വലിയ ഗ്രാൻഡ് ഫംഗ്ഷനിൽ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വരുന്നു. ആ സമയത്ത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെടുന്ന വിടാമുയർച്ച എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ വരുന്നു. എമ്പുരാന് വേണ്ടിയിട്ടുള്ള ആശംസകൾ അറിയിക്കാൻ ഒരുപാട് താരങ്ങൾ വരുന്നു. ലൂസിഫറിൻ്റെ 3-ാം ഭാഗം അനൗൺസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടും പൃഥ്വിരാജിനെ ഇപ്പോൾ കാണാനില്ല. ഇതാണ് ചോദ്യങ്ങൾക്ക് പ്രധാനമായും ഒരു ഉത്തരം കിട്ടേണ്ടത്. എവിടെയാണ് പൃഥ്വിരാജ്? എവിടെയാണ് മുരളി ഗോപി? എവിടെയാണ് ആന്റണി പെരുമ്പാവൂർ? എവിടെയാണ് മോഹൻലാൽ? ഇതിനെല്ലാം കാരണം ആ സിനിമാ സമരമാണോ? അതൊരു ചോദ്യമല്ലേ. കാരണം ആ സിനിമാ സമരം വന്നതിന് ശേഷം നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ഒരു അഭിമുഖത്തിനിടയിൽ എമ്പുരാൻ്റെ ബഡ്ജറ്റ് പറഞ്ഞതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നു. ആരാണ് ജി സുരേഷ് കുമാറിന് എൻ്റെ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് പറയാനുള്ള അവകാശം കൊടുത്തത്? അതിനുശേഷം നിർമ്മാതാക്കളും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള തർക്കം, സിനിമാ സമരത്തിലേക്ക് പോകുമെന്ന് പറയുന്നു, ഫിലിം ചേംബർ ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി അവസാനം ഒരു സിനിമാ സമരം അവസാനിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ആ ദിവസത്തിലാണ് എമ്പുരാൻ്റെ അവസാനത്തെ പോസ്റ്റർ പുറത്തു വരുന്നത്. പക്ഷെ അതിനുശേഷം ഒരൊറ്റ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഈ സിനിമാ സമരം ഇതിന് കാരണമായിട്ടുണ്ടോ? ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നിർമ്മാതാക്കളും താരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഈ സിനിമാ ഇൻഡസ്ട്രിയുടെ പുറകിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണോ ഇതിന് കാരണം? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ. ഇതൊക്കെയാണോ എമ്പുരാനെ ബാധിച്ചിരിക്കുന്നത് തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ ഉയരുകയാണെന്നേ. കാരണം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം ജനുവരി 30-ന് തുടരുമെന്ന ചിത്രം റിലീസാകുമെന്ന് ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അവർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടരും ഇപ്പോഴും റിലീസിന് എത്തിയിട്ടില്ല. ഈ വർഷം തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു ലാലേട്ടൻ ചിത്രമായിട്ട് എമ്പുരാൻ മാറുമ്പോൾ അതിൻ്റെ റിലീസ് ഡേറ്റ് അനിശ്ചിതത്വത്തിലാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും ഈ സംവിധായകൻ എവിടെയാണ്? പൃഥ്വിരാജ് എവിടെയാണ്? പൃഥ്വിരാജിന് തൻ്റെ സ്വന്തം പ്രോജക്റ്റിന് മേലുള്ള വിശ്വാസം പോകുന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് ബറോസ് എന്ന ചിത്രത്തിൻ്റെ തുടക്ക സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞത്, ഇതുപോലൊരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല എന്നൊക്കെ വളരെയധികം തള്ളിയ പൃഥ്വിരാജിനെ ആ സിനിമയിൽ പോലും കണ്ടില്ല. പിന്നീട് പൃഥ്വിരാജ് ആ സിനിമയിൽ തന്നെ ബാക്കൗട്ടായി. അപ്പോൾ അതുപോലെ ഇതൊരു കുഞ്ഞു ചിത്രമാണെന്ന് പറഞ്ഞിട്ട് ടീസറിൽ ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഇറക്കിയ പൃഥ്വിരാജ്, പക്ഷേ പിന്നീട് ആ പ്രോജക്റ്റിന് മേലുള്ള വിശ്വാസ്യത പൃഥ്വിരാജിൻ്റേത് പോയോ എന്നുള്ള ചോദ്യവും വലിയ പ്രസക്തിയാണ്. കാരണം ആരെങ്കിലും സ്വന്തം സിനിമ പ്രത്യേകിച്ച് 6 വർഷത്തിന് ശേഷം രണ്ടാം ഭാഗം ഇറക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ആ സിനിമയുടെ കൂടെ നിൽക്കുകയല്ലേ ആ സംവിധായകൻ ചെയ്യേണ്ടത്? അതിന് പകരം മറ്റൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിന് പോയി അതിനൊരു നീണ്ട ഡേറ്റ് കൊടുത്തിട്ട് ഈ സിനിമയുടെ പ്രൊമോഷന് ഒരു അനിശ്ചിതത്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധായകനെ നോക്കുമ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രതിസന്ധിയിലേക്കല്ലേ കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഇനി എന്ന് തുടങ്ങാനാണ് പ്രൊമോഷൻ? ഇനി എന്നാണ് ഒരു ട്രെയിലർ വരേണ്ടത്? ഇനി പാട്ടുകളുണ്ടെങ്കിൽ പാട്ടുകളുടെ അപ്ഡേറ്റ് എപ്പോഴാണ്? കാരണം ദിവസങ്ങളില്ല.
ദിവസങ്ങളില്ലാതെ ഇനി ഷോസ് ചാർട്ട് ചെയ്തിട്ടില്ല, എപ്പോഴായിരിക്കും ഫാൻ ഷോ എന്നറിയില്ല, തുടങ്ങി നിരവധി സംശയങ്ങൾ നിൽക്കുകയാണ്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ മാത്രം തലയിലേക്ക് ഇത് കെട്ടിവെക്കാൻ സാധിക്കുമോ, അതോ അണിയറ പ്രവർത്തകരുടെ ഒക്കെ വിശ്വാസ്യത ചോദ്യം ചെയ്യത്തിൽ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ളതൊക്കെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ രംഗത്തെത്താത്തതിലൂടെ ചോദ്യങ്ങൾ ഉയരുന്നത്.